ഖുർആൻ ആസ്വാദനം 2-ാം അധ്യായം സൂറത്തുൽ ബഖറ 28-ാമത്തെ ആയത്ത്. كيف تكفرون بالله وكنتم أمواتا فأحياكم ثم يميتكم ثم يحييكم ثم إليه ترجعون. നിങ്ങൾക്കെങ്ങനെ അള്ളാഹുവിൽ വിശ്വസിക്കാതിരിക്കാനാവും? നിങ്ങൾക്ക് ജീവനുണ്ടായിരുന്നില്ല, പിന്നെ നിങ്ങൾക്കവൻ ജീവനേകി. ശേഷം നിങ്ങളെ അവൻ മരിപ്പിക്കുന്നു, പിന്നീട് നിങ്ങളെ അവൻ ജീവിപ്പിക്കുന്നു. ശേഷം നിങ്ങൾ അവങ്കലേക്ക് മടക്കപ്പെടുകയും ചെയ്യും. كيف تكفرون بالله وكنتم أمواتا فأحياكم كنتم أمواتا ഈ രണ്ട് സ്ഥലത്തും ഇഖ്ഫ ആണ്. നൂനിനെ അല്ലെങ്കിൽ തൻവീനിനെ മറച്ചു പിടിച്ച് മണിച്ചുകൊണ്ടാണ് ഓതേണ്ടത്. ثم يميتكم ثم يحييكم ثم ഈ മീമിന് ഷദ്ദുള്ളിടത്തൊക്കെ ഒന്ന ചെയ്ത് മണിച്ചുകൊണ്ട് ഓതേണ്ടതാണ്. അള്ളാഹുവുമായുള്ള കരാർ ലംഘിക്കുകയും അള്ളാഹു കൂട്ടിച്ചേർക്കാൻ കൽപ്പിച്ച ബന്ധങ്ങൾ മുറിക്കുകയും മനുഷ്യർക്കിടയിൽ കുഴപ്പമുണ്ടാക്കുകയും ചെയ്യുന്നവരെന്ന് കഴിഞ്ഞ വചനത്തിൽ വിശേഷിപ്പിച്ച അവിശ്വാസികളെ അഭിസംബോധന ചെയ്യുകയാണ് ഈ വചനത്തിൽ ഖുർആൻ ചെയ്യുന്നത്. അവരോടാണ് ചോദ്യം. അള്ളാഹുവിൽ യഥാരൂപത്തിൽ വിശ്വസിക്കാത്തത് കൊണ്ടാണ് അവർ കുഴപ്പക്കാരായി തീരുന്നത്. അവർ എന്തേ സ്വന്തത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല? ജീവനില്ലാത്ത ഒരു കാലം മനുഷ്യർക്കെല്ലാം ഉണ്ടായിരുന്നു. ഏതാണ് ആ ജീവനില്ലാത്ത കാലം? വചനത്തിൽ കുന്തും അംവാത്തൻ എന്നാണ് നിങ്ങൾക്ക് ജീവനുണ്ടായിരുന്നില്ല എന്ന അർത്ഥത്തിൽ പ്രയോഗിച്ചിരിക്കുന്നത്. മയ്യത്തിൻ്റെ ബഹുവചനമാണ് അംവാത്ത്. മൃതശരീരത്തിനാണ് മയ്യത്ത് എന്ന് പറയുക. അസ്തിത്വം നിലനിൽക്കുന്ന എന്നാൽ ജീവനില്ലാത്ത അവസ്ഥയാണത്. ഒന്നുമില്ലായ്മയിൽ നിന്നുള്ള മനുഷ്യ സൃഷ്ടിയെക്കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കുന്നതെങ്കിൽ അങ്ങനെയായിരുന്നു പറയേണ്ടിയിരുന്നത്. ജീവനില്ലാത്ത ഒരവസ്ഥ മനുഷ്യർക്ക് കഴിഞ്ഞുപോയിട്ടുണ്ടെന്നാണ് ഈ വചനത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ആത്മീയം മാത്രമായൊരു ജീവിതം. ആ ആത്മീയ ജീവിതത്തിലാണ് മനുഷ്യരെല്ലാം അവരുടെ നാഥനുമായി കരാറുണ്ടാക്കിയത്. അള്ളാഹു തന്നെയാണ് രക്ഷിതാവെന്നതിന് സാക്ഷ്യം വഹിച്ചത്. മനുഷ്യരുടെ ആത്മാക്കളെയെല്ലാം ഒന്നിച്ച് പുറത്തു കൊണ്ടുവന്നതായാണ് സൂറത്തുൽ അറാഫിലെ 172-ാം വചനത്തിൽ നിന്ന് മനസ്സിലാവുന്നത്. ഒരുമിച്ച് സൃഷ്ടിക്കപ്പെട്ട ആത്മാക്കളുടെ ലോകത്തുള്ളവരായിരുന്നു എല്ലാവരും. മനുഷ്യാസ്തിത്വത്തിൻ്റെ 1-ാം ഘട്ടമാണത്. മാതൃശരീരത്തിൽ കുഞ്ഞു രൂപം കൊള്ളുന്നത് ഒരൊറ്റ കോശം വിഭജിച്ചുകൊണ്ടാണ്. മാതൃശരീരത്തിൽ നിന്നുള്ള അർദ്ധകോശം, പിതൃശരീരത്തിൽ നിന്നുള്ള അർദ്ധകോശം, അവയാണ് മാതൃശരീരത്തിൽ വെച്ച് യോജിച്ച് നമ്മുടെ എല്ലാം ആദ്യ കോശമായി തീരുന്നത്. സിക്താണ്ഡം എന്ന് വിളിക്കുന്ന ആ പ്രാഥമിക കോശം വിഭജിച്ചാണ് നമ്മുടെ ശരീരത്തിലെ ആന്തരികവും ബാഹ്യവുമായ അവയവങ്ങളെല്ലാം ഉണ്ടായത്. ശാസ്ത്രത്തിൻ്റെ ഭാഷയിൽ മാതാവിൽ നിന്നും പിതാവിൽ നിന്നുമുള്ള അർദ്ധകോശങ്ങൾക്ക് ജീവനുണ്ട്. അവ സംയോജിച്ചുണ്ടാവുന്ന സിക്താണ്ഡത്തിനും ജീവനുണ്ട്. ജീവനുള്ളതുകൊണ്ടാണ് അവ വിഭജിക്കുന്നതും സഞ്ചരിക്കുന്നതുമെല്ലാം. മാതൃശരീരത്തിൽ വളരുന്ന മനുഷ്യക്കുഞ്ഞിലേക്കാണ് ആത്മീയ ലോകത്ത് നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ആത്മാവ് നിവേശിക്കപ്പെടുന്നത്. അപ്പോൾ മുതലാണ് കുഞ്ഞിന് വ്യക്തിത്വമുണ്ടാവുന്നത്. അള്ളാഹുവിൻ്റെ ആജ്ഞപ്രകാരം നിയോഗിക്കപ്പെടുന്ന മലക്കാണ് ഗർഭാശയത്തിൽ വളരുന്ന കുഞ്ഞിലേക്ക് ആത്മാവ് നിവേശിപ്പിക്കുന്നതെന്ന് വ്യക്തമാക്കുന്ന ഹദീസുകൾ ബുഖാരിയും മുസ്ലിമുമെല്ലാം നിവേദനം ചെയ്തിട്ടുണ്ട്. മനുഷ്യാസ്തിത്വത്തിൻ്റെ 2-ാമത്തെ ഘട്ടമാണിത്. മനുഷ്യരുടെ എല്ലാം അസ്തിത്വത്തിന് ജീവൻ ലഭിക്കുന്നത് മാതാക്കളുടെ ഗർഭാശയത്തിൽ വെച്ചാണ്. അപ്പോൾ മുതൽ അവരുടെ ഭൂമിയിലെ ജീവിതം ആരംഭിച്ചു കഴിഞ്ഞു. മാതൃശരീരത്തിലെ ജീവന്റെ തുടർച്ചയാണ് പ്രസവിക്കപ്പെട്ട ശേഷവും മുന്നോട്ട് പോകുന്നത്. ജീവനുള്ള മനുഷ്യൻ എന്ന 2-ാമത്തെ ഘട്ടം. മനുഷ്യ അസ്തിത്വത്തിൽ നിന്ന് ജീവൻ വേർപെടുന്നതാണ് അടുത്ത ഘട്ടം, മരണം എന്ന് വിളിക്കുന്ന ഘട്ടം. ഭൂമിയിൽ നിന്ന് ലഭിച്ചതെല്ലാം ഭൂമിയിൽ തന്നെ ഉപേക്ഷിക്കുന്ന ഘട്ടമാണിത്. മാതാവിൻ്റെ ഗർഭാശയത്തിൽ വെച്ചാണ് മനുഷ്യ അസ്തിത്വത്തിന് ശരീരം ലഭിച്ചത്. ആ ശരീരം ഭൂമിയിൽ തന്നെ ഉപേക്ഷിച്ച്
പടച്ചവനിൽ നിന്ന് വന്നത് അവൻ അടുത്തേക്ക് തന്നെ പോകുകയാണ് ഈ ഘട്ടത്തിൽ ചെയ്യുന്നത്. ഗർഭാശയത്തിൽ വെച്ച് മലക്ക് ശരീരത്തിലേക്ക് നിവേശിപ്പിച്ച ആത്മാവ് മരണത്തോടെ ശരീരം വിട്ടുപോകുന്നു. ആത്മാവ് പോകുന്നതോടെ മനുഷ്യൻ മരിക്കുന്നു. ശരീരം മരിക്കാൻ തുടങ്ങുന്നു. ആത്മാവ് ശരീരം വിട്ടു പോയി കഴിഞ്ഞാലും കുറേ നേരം കൂടി കോശങ്ങൾക്ക് ജീവനുണ്ടാവും. അതുകൊണ്ടാണ് അവയവങ്ങളിൽ ചിലവ മരണശേഷം മാറ്റിവെക്കാൻ കഴിയുന്നത്. മരണാനന്തര അവയവദാനം വിജയപ്രദമാകുന്നത് ആത്മാവിൻ്റെ യാത്രയ്ക്ക് ശേഷവും മണിക്കൂറുകളോളം ശരീരകോശങ്ങളിൽ ജീവനുള്ളതുകൊണ്ടാണ്. മരണത്തോടെ അവൻ്റെ അസ്തിത്വം ശരീരത്തിൽ നിന്ന് വേർപെട്ട് കഴിഞ്ഞു. മൃതശരീരം അവൻ്റെ പ്രതീകം മാത്രമാണ്. മരണത്തിന് ശേഷം ആത്മീയ ലോകത്താണ് മനുഷ്യർ ജീവിക്കുന്നത്. ഈ മൂന്നാമത്തെ ഘട്ടത്തെക്കുറിച്ചാണ് ബർസഖ് എന്ന് പറയുക. സീമ, വേലി, അതിര് എന്നെല്ലാമാണ് ബർസഖ് എന്നാൽ അർത്ഥം. മരണത്തിനും പുനരുത്ഥാനത്തിനും ഇടയിലുള്ള അതിരാണത് എന്ന് പറയാം. മരണപ്പെടുന്നയാളെക്കുറിച്ച് അവർക്ക് പിന്നിൽ പുനരുത്ഥാന നാൾ വരെ ഒരു മറയുണ്ടായിരിക്കും, അഥവാ ബർസഖ് എന്ന് ഖുർആൻ തന്നെ പറയുന്നുണ്ട്. 23-ാം അധ്യായം 100-ാം സൂക്തം. മരണത്തോടെ ആരംഭിക്കുകയും പുനരുത്ഥാനം വരെ നീളുകയും ചെയ്യുന്ന മനുഷ്യാസ്തിത്വത്തിൻ്റെ മൂന്നാം ഘട്ടമാണിത്. ആത്മീയ ഘട്ടത്തിൻ്റെ ആവർത്തനം. ആത്മാവിനെ ശരീരത്തിലേക്ക് വീണ്ടും നിവേശിപ്പിക്കുന്നതാണ് മനുഷ്യാസ്തിത്വത്തിൻ്റെ നാലാമത്തെ ഘട്ടം. പിന്നീട് നിങ്ങളെ അവൻ ജീവിപ്പിക്കുന്നു, സുമ്മ യുഹ്യീക്കും എന്ന് ഖുർആൻ പറയുന്നത് ഈ ഘട്ടത്തെക്കുറിച്ചാണ്. ശരീരവും ആത്മാവും വീണ്ടും യോജിക്കുന്ന ഘട്ടമാണിത്. ഭൂമിയിലെ ജീവിതത്തെപ്പോലെയുള്ള പുനർജീവിതം. ശരീരവും ആത്മാവും മനസ്സുമെല്ലാമുള്ള സന്തോഷവും സന്താപവും സുഖവും ദുഃഖവും സംതൃപ്തിയും വേദനയുമെല്ലാമുള്ള ജീവിതത്തിലേക്കുള്ള പുനരുത്ഥാനം. ഭൗമജീവിതത്തിൻ്റെ തനിപ്പകർപ്പ്. പക്ഷേ അള്ളാഹുവിൻ്റെ അധികാരത്തിനല്ലാതെ യാതൊന്നിനും യാതൊരു വിലയുമില്ലാത്ത ഘട്ടമാണിത്. ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ദിനം, യൗമുൽ ഖിയാമ എന്ന് വിളിച്ചിരിക്കുന്നത് ഈ ഘട്ടത്തെക്കുറിച്ചാണ്. ഇവിടെ വെച്ചാണ് വിചാരണയുണ്ടാവുക. കർമ്മങ്ങളുടെ എല്ലാം കൃത്യമായ പ്രതിഫലം നിശ്ചയിക്കുക. ഭൂമിയിൽ ജീവിച്ച അതേ വികാരങ്ങളോടുകൂടിയുള്ള പുനരുത്ഥാനം. മനുഷ്യാസ്തിത്വത്തിൻ്റെ നാലാം ഘട്ടം, ഭൗമജീവിതത്തിൻ്റെ ആവർത്തനം. വിചാരണയ്ക്ക് ശേഷമാണ് അള്ളാഹുവിലേക്കുള്ള മടക്കം. ഒന്നുകിൽ അവൻ്റെ തൃപ്തിയിലേക്ക്, അല്ലെങ്കിൽ അവൻ്റെ കോപത്തിലേക്ക്. തൃപ്തിപ്പെട്ടവർക്ക് സ്വർഗം സമ്മാനമായി ലഭിക്കും. കോപത്തിന് പാത്രമായവർക്ക് നരകം നൽകിക്കൊണ്ട് അവൻ നീതി നടപ്പാക്കും. മനുഷ്യാസ്തിത്വത്തിൻ്റെ അഞ്ചാമത്തെയും അവസാനത്തെയുമായ ഘട്ടമാണിത്, അള്ളാഹുവിലേക്കുള്ള മടക്കം. ദൈവിക കാരുണ്യത്തിൻ്റെ പൂർണ്ണമായ പ്രകാശനത്തിലേക്കുള്ള മടക്കം. ദൈവിക നീതിയുടെ കളങ്കമില്ലാത്ത പ്രയോഗവൽക്കരണത്തിലേക്കുള്ള മടക്കം. ഇങ്ങനെ മടങ്ങിയതിന് ശേഷം ദൈവിക നീതി നടപ്പാവുമ്പോൾ കുറ്റവാളികൾ ഒരിക്കൽ കൂടി ഈ ചക്രം ആവർത്തിക്കാൻ ആവശ്യപ്പെടുമെന്ന് ഖുർആൻ പറയുന്നുണ്ട്. അവർ പറയും, ഞങ്ങളുടെ നാഥ, 2 തവണ നീ ഞങ്ങളെ ജീവനില്ലാത്തവരാക്കി, 2 തവണ നീ ഞങ്ങൾക്ക് ജീവൻ നൽകുകയും ചെയ്തു. ഞങ്ങൾ ഞങ്ങളുടെ കുറ്റങ്ങൾ സമ്മതിച്ചിരിക്കുന്നു. പുറത്തേക്കുള്ള വഴികൾ ഏതെങ്കിലും ഉണ്ടോ? 40-ാം അധ്യായം 11-ാം സൂക്തം. സൂറത്തുൽ ഗാഫിറിലെ ഈ വചനത്തിലും 2 മരണങ്ങളും 2 ജീവിതങ്ങളും ഉണ്ടെന്ന് സൂചിപ്പിക്കുന്നു. ആത്മീയ ലോകത്തെ ജീവനില്ലാത്ത അവസ്ഥയാണ് ഒന്നാമത്തെ മരണം. ഭൂമിയിൽ വെച്ച് ജീവൻ നഷ്ടപ്പെടുന്നതാണ് രണ്ടാമത്തെ മരണം. ഭൂമിയിലെ ജീവന് ശേഷം രണ്ടാമതായി ജീവൻ അനുഭവിക്കുന്നത് പുനരുത്ഥാനത്തിന് ശേഷമാണ്. അത് പൂർണ്ണമായ ജീവനാണ്, മരണമില്ലാത്ത ജീവൻ. നാഥനെക്കുറിച്ച ബോധം നിങ്ങളുടെ ആത്മാവിൽ തന്നെയുണ്ട്. വിചാരണയും രക്ഷാശിക്ഷകളും വേണമെന്ന തൃഷ്ണയും മനുഷ്യ മനസ്സുകൾക്കകത്തുണ്ട്. ദൈവദൂതന്മാരുടെ പ്രബോധനം കേൾക്കുമ്പോൾ അവർ പറയുന്നതാണ് സത്യമെന്ന് നിങ്ങളുടെ മനസ്സുകൾ മന്ത്രിക്കുന്നത് അതുകൊണ്ടാണ്. എന്നിട്ടും ഇതെല്ലാം കണ്ണടച്ച് നിഷേധിക്കുകയാണ് ധിക്കാരികൾ ചെയ്യുന്നത്. നാഥനെയും പ്രതിഫല നാളിനെയും അറിഞ്ഞുകൊണ്ട് നിഷേധിക്കുകയും മനസ്സാക്ഷി പറയുന്നതിനെതിരായി പ്രവർത്തിക്കുകയുമാണ് അവിശ്വാസികൾ ചെയ്യുന്നത്. മരണമോ പുനരുത്ഥാനമോ ആത്മാർത്ഥമായി നിഷേധിക്കുവാൻ ആർക്കും കഴിയില്ല, തീർച്ച.